ഹലോ എവ്രി വൺ, വെൽക്കം ടു എജ്യൂപോഡ്. എല്ലാവർക്കും മക്കളെ എജ്യൂപോഡിൻ്റെ +1 ഹിസ്റ്ററി ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ നാഫി. അപ്പോൾ നമ്മൾ 6ാമത്തെയും 7ാമത്തെയും ചാപ്റ്ററിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് ഓൾമോസ്റ്റ് ഉറപ്പാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ പരമാവധി ഫ്രണ്ട്സിലേക്ക് എത്തിക്കുക. നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒരു വൺ വേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. വിച്ച് ആർ ദി 3 ഓർഡേഴ്സ് ദാറ്റ് എക്സിസ്റ്റഡ് ഇൻ മിഡീവൽ യൂറോപ്പ്? മധ്യകാല യൂറോപ്പിൽ നിലനിന്നിരുന്ന 3 ക്രമങ്ങൾ ഏതൊക്കെയാണ്? ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്തേ. ആ 3 ഓർഡേഴ്സ്, 3 ക്രമങ്ങളുടെ പേര് നിങ്ങൾ കമൻറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ പേര് നിങ്ങൾ പഠിക്കുന്ന സ്കൂളും കൂടി ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് ഒന്നാമതായിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ എന്താ? റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ കത്തീഡ്രൽ ടൗൺസ്. എന്താണ് കത്തീഡ്രൽ പട്ടണങ്ങളെ കുറിച്ചിട്ട് ഒരു ചെറിയ കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ എന്താണ് കത്തീഡ്രൽസ് അഥവാ കത്തീഡ്രൽ എന്ന് പറഞ്ഞാൽ ഭദ്രാസന പള്ളികൾ എന്നാലേ, വലിയ ചേർച്ചസ്, ബിഗ് ചേർച്ചസ്, വലിയ വലിയ പള്ളികളെ വിളിക്കുന്ന പേരാണ് എന്ത്? കത്തീഡ്രൽസ് അഥവാ ഭദ്രാസന പള്ളികൾ. അപ്പോൾ ഇത് ഉണ്ടാക്കിയത് ആരാണ്? ഫസ്റ്റ് ഓർഡർ അഥവാ ഒന്നാമത്തെ ക്രമമായിട്ടുള്ള പ്രീസ്റ്റ് അഥവാ പുരോഹിതന്മാരിൽപ്പെട്ട ആളുകളാണ്. അവരും നോബിൾസിൻ്റെ സഹായത്തോട് കൂടിയിട്ട് മൊണാസ്ട്രീസും എല്ലാവരും കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പള്ളികൾ എന്ത് ചെയ്തത്? ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ഭദ്രാസന പള്ളികൾ അഥവാ കത്തീഡ്രൽ ടൗൺസ് ഉണ്ടാക്കി. എന്നിട്ട് എന്ത് ചെയ്യുകയാണ്? ഈ വലിയ പള്ളികൾ അവർ ഉണ്ടാക്കിയതിന് ശേഷം എന്താ ചെയ്തത്? ദീസ് ചേർച്ചസ് ബിക്കം പിലിഗ്രിമേജ് സെൻറ്റേഴ്സിൽ, തീർത്ഥാടന കേന്ദ്രങ്ങളായിട്ട് മാറി. ഈ ഒരു പള്ളിയിലേക്ക് നേർച്ച നടത്താനും മറ്റു പല കാര്യങ്ങൾക്കായിട്ട് പല കൺട്രീസിൽ നിന്നും പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നു. അങ്ങനെ വന്നതിന് ശേഷം ഈ ആളുകൾക്ക് സൗകര്യം ഒരുക്കാൻ വേണ്ട ഷോപ്പുകളൊക്കെ ഇതിന് ചുറ്റും ആരംഭിച്ചു. അങ്ങനെ ക്രമേണ ഈ സ്ഥലം എന്തായിട്ട് മാറി? ഒരു തീർത്ഥാടന കേന്ദ്രമായിട്ട് മാറി. ആ തീർത്ഥാടന കേന്ദ്രത്തിന് ആളുകൾക്ക് സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ട ഷോപ്പുകൾ വന്ന് ആളുകൾ തിങ്ങിപ്പാർത്തു, ഹോട്ടലുകൾ വന്നു, അങ്ങനെ പല സാധനങ്ങൾ വന്നു. അങ്ങനെ ഈ ഒരു ഏരിയ ടൗണായിട്ട് മാറി. അങ്ങനെയുള്ള ടൗണുകളെ വിളിക്കുന്ന പേരാണെന്ത്? കത്തീഡ്രൽസ് അഥവാ കത്തീഡ്രൽ ടൗൺ. ഇനി ദ ഫോർത്ത് ഓർഡർ എന്നുള്ള 4ാമത്തെ ക്രമം എന്നുള്ളൊരു കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാൻ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് കണ്ടോ, അപ്പോൾ ഈ 4ാമത്തെ ക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 3 ഓർഡേഴ്സ്, 3 ക്രമങ്ങൾ ഉണ്ടെന്നുള്ള കാര്യം നമുക്കറിയില്ല. ഈ ഫോർത്ത് ഓർഡർ എന്താണ്? അതായത് യൂറോപ്പിൽ ഈ ഒരു സമയത്ത് എന്താണ്? കൾട്ടിവേഷൻ, കൃഷി അടിപൊളിയായിട്ട് മുന്നോട്ടേക്ക് പോയി. അപ്പോൾ കൃഷി കൂടിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അവിടുത്തെ പോപ്പുലേഷൻ, ജനസംഖ്യ കൂടി, ട്രേഡ്, വ്യാപാരം കൂടി, സിറ്റീസ്, നഗരങ്ങൾ മെച്ചപ്പെട്ടു. ഇതെല്ലാം എന്ത് ചെയ്യാണ്? ഇവിടെ മെച്ചപ്പെടുകയാണ് കേട്ടോ. പോപ്പുലേഷൻ, ജനസംഖ്യ കൂടി, ട്രേഡ്, വ്യാപാരം കൂടി, സിറ്റീസ് എന്ത് ചെയ്യാണ്? നഗരങ്ങളും മെച്ചപ്പെട്ടു. അപ്പോൾ ഇത് മെച്ചപ്പെട്ടപ്പോൾ എന്ത് ചെയ്യാണ്? ഈ സിറ്റി, അതായത് നല്ല രീതിയിൽ, അതായത് പോപ്പുലേഷൻ, ജനസംഖ്യ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താ? എല്ലാവർക്കും നല്ല ഫുഡ് കിട്ടാൻ തുടങ്ങിയില്ലേ? അപ്പോൾ എല്ലാവർക്കും നല്ല ഫുഡ് കിട്ടിയപ്പോൾ യൂറോപ്പിലെ ജനസംഖ്യ 73 മില്യൺ, 1300 ആയപ്പോഴേക്കും 73 ദശലക്ഷമായി. പിന്നെ അത് മാത്രമല്ല, ഈ ജനസംഖ്യ കൂടിയപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ നഗരങ്ങൾ എന്ത് ചെയ്യാൻ തുടങ്ങി? വികസിക്കാൻ തുടങ്ങി. കാരണം ജനങ്ങൾ പുതിയ പുതിയ ബിസിനസ് ചെയ്യാൻ തുടങ്ങി, പുതിയ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി, ഫാക്ടറീസ് എസ്റ്റാബ്ലിഷ് ചെയ്തു, അങ്ങനെ പുതിയ ഷോപ്പുകൾ തുടങ്ങി. അങ്ങനെ പല കാര്യങ്ങളും യൂറോപ്പിലെ സിറ്റീസിലേക്ക് വന്നു. അപ്പോൾ ഈ ഷോപ്പുകളിലേക്കൊക്കെ ജോലി ചെയ്യാൻ ആരാവശ്യമാണ്? ആളുകൾ ആവശ്യമാണ്. അപ്പോൾ ഗ്രാമങ്ങളിൽ നിന്നും സിറ്റീസിലേക്ക് ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? മൈഗ്രേറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്യാൻ തുടങ്ങി? പുതിയ ആളുകൾ യൂറോപ്പിലേക്ക് എത്തി, ഈ യൂറോപ്പിലെ സിറ്റീസിലേക്ക് എത്തി. അപ്പോൾ യൂറോപ്പിലെ സിറ്റീസിൽ പുതുതായിട്ടുണ്ടായിട്ടുള്ള, അതായത് പല ജോലിയും ചെയ്യാൻ ആവശ്യമായിട്ട് വന്ന പുതിയ ആളുകളെ വിളിക്കുന്ന പേരാണ് എന്ത്? ഫോർത്ത് ഓർഡർ അഥവാ 4ാം ക്രമം. അതായത് യൂറോപ്പിൽ അന്നെന്താണ്? ഈ സിറ്റീസ് ഡെവലപ്പ് ചെയ്തപ്പോൾ ആ സിറ്റീസിലേക്ക് എന്താണ്? പുതിയ ആളുകൾ വന്നു. അവരെ വിളിക്കുന്ന പേരാണെന്ത്? ഫോർത്ത് ഓർഡർ അഥവാ 4ാം ക്രമം. ഇനി യൂറോപ്പിൽ 14th സെഞ്ച്വറി അഥവാ 14ാം നൂറ്റാണ്ടിൽ ഒരു ക്രൈസിസ് അഥവാ പ്രതിസന്ധി ഉണ്ടായി. അതും എക്സാമിന് ചോദിക്കാറുണ്ട് കേട്ടോ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 14th സെഞ്ച്വറി അഥവാ 14ാം നൂറ്റാണ്ടിൽ പ്രതിസന്ധി. എന്താണ് യൂറോപ്പിൽ ഈ 14th സെഞ്ച്വറി ക്രൈസിസിനുള്ള കാരണം? ഒന്ന്, യൂറോപ്പിലെ ക്ലൈമറ്റ് അഥവാ കാലാവസ്ഥയിൽ മാറ്റം വന്നു. 2, യൂറോപ്പിലെ ട്രേഡ് കൊളാപ്സ്, വ്യാപാര തകർച്ച വന്നു. 3, യൂറോപ്പിൽ ബ്ലാക്ക് ഡെത്ത് എന്ന് വിളിക്കുന്ന, പ്ലേഗ് എന്ന് വിളിക്കുന്ന അസുഖവും വന്നു. ഇപ്പോൾ കാലാവസ്ഥയിലെ മാറ്റം എന്താണ്? അത്രയും കാലം എന്താണ്? ഒരു മൈൽഡ് ക്ലൈമറ്റ്, കൃഷിക്കൊക്കെ അനുയോജ്യമായൊരു കാലാവസ്ഥയായിരുന്നു. അത് മാറിയിട്ട് എക്സ്ട്രീം കോൾഡ്നെസ്, അതിശൈത്യമുള്ള കാലാവസ്ഥ വരികയും സ്നോഫോൾ അഥവാ മഞ്ഞ് വീഴ്ച യൂറോപ്പിൽ ആരംഭിക്കുകയും ചെയ്തു. അതോടുകൂടി ആളുകൾക്ക് എന്ത് ചെയ്യാതായി? കൃഷി ചെയ്യാതായി. കൃഷി കുറഞ്ഞതോടുകൂടി ഗവൺമെൻറ്റിന് ടാക്സ് അടയ്ക്കാൻ ആർക്ക് പറ്റാതായി? ഫാമേഴ്സ് അഥവാ കർഷകർക്ക് പറ്റാതായി. ഗവൺമെൻറ് ടാക്സ് കിട്ടാതായി. ഈ സമയത്ത് തന്നെ എന്താണ്? കാടുകളൊക്കെ എന്ത് ചെയ്തിരുന്നു? വെട്ടിത്തെളിച്ചിരുന്നു. അപ്പോൾ കാടുകളൊക്കെ വെട്ടിത്തെളിച്ച് കൃഷി ചെയ്തിരുന്നു. അപ്പോൾ കൃഷി ചെയ്തോട് കൂടുതൽ സ്ഥലങ്ങൾ കൃഷിയിടങ്ങളാക്കിയതോടുകൂടി കന്നുകാലികളെ വളർത്താൻ പറ്റാത്തൊരവസ്ഥയും യൂറോപ്പിൽ വന്നു. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലമായിട്ട് യൂറോപ്പിൽ ജനസംഖ്യ ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജനസംഖ്യ ഇങ്ങനെ കൂടുന്നുണ്ട്, എന്നാൽ കൃഷി ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ ആളുകൾക്ക് ഭക്ഷണം കിട്ടാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അത് കടുത്ത ഫെമൈൻ അഥവാ ഭക്ഷ്യക്ഷാമം ഈ ഒരു സമയത്ത് ഉണ്ടാവുകയാണ്. മറ്റൊന്നാണ് എന്ത്? വ്യാപാര തകർച്ച. അതായത് കച്ചവടം ചെയ്യാൻ നമുക്ക് എന്ത് വേണം? പണം വേണം അല്ലേ? ഈ പണം കിട്ടാനുള്ള കോയിൻസ് ഉണ്ടാക്കിയിരുന്ന എവിടുന്നാടാ? സ്പെയിനിലെ സിൽവർ മൈനുകളിൽ നിന്നാണ്, സ്പെയിനിലെ സിൽവർ ഖനികളിൽ നിന്നായിരുന്നു. ആ സിൽവർ അവിടെ കിട്ടാതായപ്പം യൂറോപ്പിൽ പണം കിട്ടാത്തൊരവസ്ഥ വന്നു. ആളുകൾക്ക് കച്ചവടം ചെയ്യാതിരിക്കാനായി. പിന്നെ പ്രധാനപ്പെട്ട കാരണം എന്താ? ബ്ലാക്ക് ഡെത്ത് എന്ന് വിളിക്കുന്ന
എന്താണ്? പ്ലേഗാണ്. ചെള്ള് പരത്തുന്ന ഒരു അസുഖമായുള്ള ഈ പ്ലേഗ് യൂറോപ്പിൽ പടർന്നു പന്തലിച്ചു. ജനസംഖ്യയുടെ 60% ആളുകളെയും എന്ത് ചെയ്യാണ്? ഈ പ്ലേഗ് ബാധിക്കുകയാണ്. പ്ലേഗ് ബാധിച്ചതോടുകൂടി എന്ത് സംഭവിച്ചടാ? ആളുകൾ ഇങ്ങനെ മരണപ്പെടാൻ തുടങ്ങി. ആളുകൾ മരണപ്പെട്ടതോടുകൂടി യൂറോപ്പിലെ പല സിറ്റീസും ഗോസ്റ്റ് സിറ്റീസ് അഥവാ പ്രേത നഗരങ്ങളെ ആളുകൾ താമസിക്കാൻ ഇല്ലാത്ത സിറ്റീസായി മാറി. അങ്ങനെ ഈ ഒരു 3 പ്രശ്നങ്ങളും കൂടി നടന്നത് 40th സെഞ്ച്വറിയിൽ ആയതുകൊണ്ടാണ് ഇതിനെന്ത് വിളിക്കുന്നത്? 14th സെഞ്ച്വറി ക്രൈസിസ് എന്ന് വിളിക്കുന്നത് കേട്ടോ. ഇനി ഈ ചാപ്റ്ററിന് എസ്സേ, ഈ ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പാട്ടോ. എസ്സേ ചോദിക്കുമെന്ന് 100% ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ പല രീതിയിൽ ചോദിക്കുക, പക്ഷേ കണ്ടന്റ് സെയിം ആണ്. 3 ഓർഡേഴ്സ്, 3 ക്രമങ്ങളെ ഫീച്ചേഴ്സ് എഴുതാനാണ്. അപ്പോൾ ഇതൊക്കെ പല വർഷങ്ങളിലായിട്ട് ഈ ഒരു ചാപ്റ്റേഴ്സിൽ നിന്ന് ഈ 3 ഓർഡേഴ്സ് അഥവാ 3 ക്രമങ്ങളുടെ സവിശേഷതകൾ എഴുതാൻ 8 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഒരു എസ്സേ എന്തായാലും 3 ഓർഡേഴ്സ് അഥവാ 3 ക്രമങ്ങളായിരിക്കും. ഏതൊക്കെയാണ് 3 ഓർഡേഴ്സ്? നിങ്ങൾ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുണ്ടല്ലേ. ഏതൊക്കെയാണ്? ഒന്നാമത്തെ ഏതാണ്? പ്രീസ്ലി ക്ലാസ് അഥവാ പുരോഹിത വർഗ്ഗമാണ്. അപ്പോൾ ഇവരുടെ ഫീച്ചേഴ്സ് നിങ്ങൾ എന്ത് ചെയ്യണം? ഇതിൽ ആഡ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്താണ്? അന്ന് യൂറോപ്പിൽ ക്രിസ്ത്യൻ മെജോറിറ്റി കൺട്രി ആയിരുന്നു. അപ്പോൾ ക്രിസ്ത്യൻ പ്രീസ്റ്റ് ആണ് എന്തിന് വരുന്നത്? ഈ ഒരു കാറ്റഗറിയിൽ വരുന്നത് കേട്ടോ. സോ അവർക്ക് എന്താടാ? ദേ ഹാവ് വാസ്റ്റ് ലാൻഡിൽ സ്വന്തമായിട്ട് ഒരുപാട് ഭൂമിയുള്ള ആളുകളായിരുന്നു ആര്? ഈ ക്രിസ്ത്യൻ പ്രീസ്റ്റ് എന്ന് പറഞ്ഞാൽ. അവർക്ക് സ്വന്തമായിട്ട് നിയമങ്ങളുണ്ടായിരുന്നു. ദേ ഹാവ് ദ റൈറ്റ് ടു കളക്ട് ടാക്സിൽ അവർക്ക് എന്താടാ? നികുതി പിരിക്കാനുള്ള അവകാശം ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഇവർ ദേ ലെഡ് എ ലക്ഷൂറിയസ് ലൈഫിൽ വളരെ ആഡംബരപൂർണ്ണമായിട്ടുള്ള ഒരു ജീവിതമാണ് നയിച്ചിരുന്നത്. പക്ഷേ നോട്ട് ഓൾ കുഡ് ബിക്കം പ്രീസ്റ്റ്, എല്ലാവർക്കും ഒന്നും പുരോഹിതരാവാൻ കഴിയുമായിരുന്നില്ല. സെർവ്സ്, ഡിസേബിൾഡ് വിമൻ, ഇവരെ ഒന്നും എന്ത് ചെയ്തിട്ടില്ല? പുരോഹിതരാവാൻ സാധിച്ചിരുന്നില്ല. പിന്നെ ഇവർക്ക് വിവാഹം കഴിക്കാനും പാടില്ലായിരുന്നു. ഇവർ ഫാമേഴ്സിന് കളക്ട് ചെയ്തൊരു ടാക്സിന് വിളിക്കുന്ന പേരാണ് ടിത്തെ. ഇവർ ഫാമേഴ്സിന് കളക്ട് ചെയ്തൊരു ടാക്സിന് വിളിക്കുന്ന പേരാണ് എന്ത്? ടിത്തെ എന്നിട്ട്. ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇവരിൽ തന്നെ സിമ്പിൾ ലൈഫ്, വളരെ ലളിതമായ ജീവിതം നയിച്ച വിഭാഗമായിരുന്നു ആര്? മോങ്സ് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. ഇനി രണ്ടാമത്താണ് ഇത് നോബിൾസ് അഥവാ പ്രഭുക്കന്മാരാണ്. അതായത് കിങ്ങിൻ്റെ അണ്ടറിലുള്ള ലാൻഡ് നോക്കി നടത്തിയിരുന്ന ആളുകളായിരുന്നു ആര്? നോബിൾസ് അഥവാ പ്രഭുക്കന്മാർ. സോ ഇവരെന്ത് ചെയ്യും? രാജാവ് ഇവർക്ക് എന്തെങ്കിലും ലാൻഡ് കൊടുക്കും. പകരമായിട്ട് ഈ നോബിൾസ് പ്രഭുക്കന്മാർ എന്ത് ചെയ്യണം? രാജാവിനെ യുദ്ധത്തിൽ സഹായിക്കണം, പട്ടാളക്കാരൊക്കെ കൊടുത്തിട്ട്. അങ്ങനെ ഒരു ട്രാൻസാക്ഷൻ ഉണ്ടായിരുന്നത്. ഈ നോബിൾസ് എന്ത് ചെയ്യും? അവരുടെ ലാൻഡ് ഫാമേഴ്സിനെ കൊണ്ട് കൾട്ടിവേറ്റ് ചെയ്യിച്ചിട്ട് അതിൻ്റെ പ്രോഫിറ്റ് എടുക്കുകയായിരുന്നു ആര് ചെയ്തിരുന്നത്? ഈ നോബിൾസ് ചെയ്തിരുന്നത്. ദേ ഹാവ് റൈറ്റ് ടു കളക്ട് ടാക്സ്, ഇവരും നികുതി പിരിച്ചിരുന്നു. ദേ ഹാവ് വാസ്റ്റ് ആൻഡ് വൈഡ് ഹൗസസിൽ അവർക്ക് വലിയ വലിയ വീടുകളുണ്ടായിരുന്നു. ഈ നോബിൾസിൻ്റെ വീടിനെ വിളിക്കുന്ന പേരാണ് എന്ത്? മാനോറിയൽ എസ്റ്റേറ്റ്. എന്താണ് വിളിക്കുക? മാനോറിയൽ എസ്റ്റേറ്റ് എന്നാണ് വിളിക്കുക. അതുമാത്രമല്ല ദേ ഹാവ് ദ റൈറ്റ് ടു ഇഷ്യൂ മണി, സ്വന്തമായിട്ട് പണം അച്ചടിച്ചിറക്കാനുള്ള അധികാരം ഉണ്ടായിരുന്നു. ഇതൊക്കെ ആർക്ക് ഉണ്ടായിരുന്നു? ഈ നോബിൾസിന് ഉണ്ടായിരുന്നു. അപ്പോൾ നോബിൾസ് താമസിച്ചിരുന്ന വീടിനെ വിളിച്ചിരുന്ന പേരാണ് എന്ത്? മാനോറിയൽ എസ്റ്റേറ്റ്. ശ്രദ്ധിക്കുന്നത് എന്താണ്? മാനോറിയൽ എസ്റ്റേറ്റ്. അപ്പോൾ ഈ നോബിൾസിന് ആവശ്യമായ ഫീൽഡ്, വയലുകൾ, അവർക്ക് പിന്നെ സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ട ഫാക്ടറികൾ, എല്ലാ കാര്യങ്ങളും ഈ ഒരു മാനോറിയൽ എസ്റ്റേറ്റിന് ഉള്ളിൽ ഉണ്ടായിരുന്നു. പിന്നെ ഈ നോബിൾസ് തന്നെ യുദ്ധത്തിനായിട്ട് പോയിരുന്ന ആളുകളായിരുന്നു ആര്? നൈറ്റ്സ്. ശ്രദ്ധിക്കണം, ഈ നോബിൾസിൻ്റെ ഇടയിൽ തന്നെ യുദ്ധത്തിനായിട്ട് പോയിരുന്ന ആളുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? നൈറ്റുകൾ. വാരിയേഴ്സ്, അതായത് നോബിൾസിനിടയിൽ എന്തുണ്ട്? വാരിയേഴ്സ് അഥവാ പോരാളികളുണ്ട്. അവർ വിളിക്കുന്ന പേരാണ് എന്ത്? നൈറ്റ്. ഈ നൈറ്റിന് വേണ്ടി നോബിൾ കൊടുത്തിരുന്ന സ്ഥലത്തെ വിളിക്കുന്ന പേരാണ് ഫീഫ് ഇട്ട്. അത് ഓർത്ത് വെക്കുക. ഇനി തേർഡ് ഓർഡർ എന്താണ്? നമ്മുടെ കർഷകരാണ്. ഫ്രീ ആൻഡ് അൺഫ്രീ പെസൻസ് ഉണ്ട്. സ്വതന്ത്രരും അസ്വതന്ത്രരുമായിട്ടുള്ള കർഷകരുണ്ട്. ഈ ഫ്രീ പെസൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ഈ നോബിൾസിൻ്റെ ഭൂമി പാട്ടത്തിനെടുത്തിട്ട് നോബിൾസിൽ, അതായത് പ്രഭുക്കന്മാരുടെ ഭൂമിയിൽ കൃഷി ചെയ്തിരുന്ന ആളുകളാണ് ആര്? ഫ്രീ പെസൻസ്. അവർക്ക് എന്താണ്? ആ ഭൂമിയുടെ അവകാശം അവർക്കായിരുന്നു. പക്ഷെ അതിന് പകരമായിട്ട് ഈ പ്രഭുക്കന്മാരെന്ത് ചെയ്യും? ഈ ഫ്രീ പെസൻസ്, സ്വതന്ത്രരായിട്ടുള്ള കർഷകർക്ക് ഭൂമി കൊടുക്കുമെങ്കിലും പകരം ഈ ഫ്രീ പെസൻസ് ചില കാര്യങ്ങൾ ചെയ്തു കൊടുക്കണം. അതായത് ഇയർലി 40 days, വർഷത്തിൽ 40 ദിവസമെങ്കിലും നോബിൾ അഥവാ പ്രഭുവിന് വേണ്ടിയിട്ട് പട്ടാളക്കാരനായി ജോലി ചെയ്യണം. വീക്കിലി 3 days, അതായത് എന്ത് ചെയ്യണം? ആഴ്ചയിൽ 3 ദിവസമെങ്കിലും അവരുടെ എസ്റ്റേറ്റിൽ പോയിട്ട് ജോലി ചെയ്യണം. പിന്നെ ഇതൊന്നും അവർക്ക് ശമ്പളം കിട്ടില്ല. പക്ഷേ എന്ത് ചെയ്യാം? ഇവരുടെ വയലിൽ നിന്നുള്ള മൊത്തം വരുമാനം ആർക്ക് എടുക്കാം? ഈ ഒരു കൃഷിക്കാർക്ക് എടുക്കാം. പക്ഷേ ഇവരിൽ നിന്ന് കിങ് ഒരു ടാക്സ് പിരിച്ചു. അതായത് ഫ്രീ പെസൻസിലെ സ്വതന്ത്രരായുള്ള കർഷകരിൽ നിന്ന് രാജാവ് ഒരു നികുതി പിരിച്ചിരുന്നു. അതിന് വിളിക്കുന്ന പേരാണെന്ത്? ടെയിലെ. ഇനി അൺഫ്രീ പെസൻസ് അല്ലെങ്കിൽ സെർവ്സ് എന്ന് പറഞ്ഞാൽ അടിയാളന്മാർ, അടിമകളെ പോലെ തന്നെയായിരുന്നു. ഇവർക്ക് ആ ഭൂമിയിൽ അവകാശം ഒന്നുമില്ല. പ്രഭു പറയുന്ന പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യണം. വളരെ ഏറ്റവും മോശമായ അവസ്ഥയിലുണ്ടായിരുന്ന ആളുകളായിരുന്നു ആര്? അൺഫ്രീ പെസൻസ് അഥവാ അസ്വതന്ത്രരായിട്ടുള്ള തൊഴിലാളികൾ അഥവാ സെർവ്സ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക? പഠിച്ചു വെക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. 3 ഓർഡേഴ്സ്, 3 ക്രമങ്ങളുടെയും ഫീച്ചേഴ്സ് എക്സാമിന് ചോദിക്കാറുണ്ട്. ഇനി ഒരു 1 വേർഡ് ഈ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ള ഒരു 1 വേർഡാണ്. മാക്സിമിലിയൻ ഓസ്ട്രിയ ആണെങ്കിൽ ലൂയിസ് 11 എവിടുത്തെ ഏത് രാജ്യക്കാരനാണ്? ഇതിന് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. നമ്മൾ ഇനി 7ാമത്തെ ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുന്നേ എൻ്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ ഞാൻ അവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് +1 ഹിസ്റ്ററി റിലേറ്റഡ് അല്ലെങ്കിൽ +1 ബന്ധപ്പെട്ട് എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിൽ nafi.edupod എന്നുള്ള ശ്രദ്ധിക്കണം, nafi
nafi.edupod എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് നിങ്ങൾ മെസ്സേജ് അയക്കുക. ഒരുപാട് കൂടുതൽ മെസ്സേജ് അയക്കുന്നുണ്ട്, അവർക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ സോൾവ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പറ്റുന്നതൊക്കെ നമ്മൾ സോൾവ് ചെയ്ത് കേട്ടോ. അപ്പോൾ nafi.edupod എന്നുള്ള ഇൻസ്റ്റാഗ്രാം ഐഡിയിലേക്ക് നിങ്ങളൊന്ന് മെസ്സേജ് അയക്കുക, സെറ്റാക്കുക, റെഡിയാക്കുക. ഇനി 7ാമത്തെ ചാപ്റ്റർ ചേഞ്ചിങ് കൾച്ചർ ട്രഡീഷൻ എന്നുള്ള ചാപ്റ്ററിൽ നിന്ന് ഒരുപാട് തവണ എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്. റൈറ്റ് എ നോട്ട് അബൌട്ട് ദ ഇറ്റാലിയൻ സിറ്റീസ് ഓഫ് ദി 14th century. 14ാം നൂറ്റാണ്ടിൽ ഇറ്റാലിയൻ നഗരങ്ങളെ കുറിച്ചൊരു കുറിപ്പ് എഴുതാൻ. അപ്പോൾ ആഫ്റ്റർ ദി ഫോൾ ഓഫ് റോമൻ എംപയർ, റോമൻ സാമ്രാജ്യ തകർച്ചയ്ക്ക് ശേഷം ഇറ്റലിയിലെ നഗരങ്ങളൊക്കെ തകർന്നിരുന്നു. പക്ഷേ ഡ്യൂറിംഗ് ദ പീരീഡ് ഓഫ് റിനൈസൻസ്, നവോത്ഥാന കാലഘട്ടത്തിൽ ഇറ്റലിയിലെ നഗരങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഉഷാറായിട്ടുണ്ട്. അതിനുള്ള കാരണം എന്താ, ദ ട്രേഡ് ബിറ്റ്വീൻ ഏഷ്യ ആൻഡ് യൂറോപ്പ്. ഏഷ്യക്കും യൂറോപ്പിനും ഇടയിലുള്ള ഒരു ഗേറ്റ് ആയിരുന്നു ശരിക്കും എന്ത്, ഇറ്റലി എന്ന് പറഞ്ഞാൽ. കാരണം ഏഷ്യയിൽ നിന്ന് യൂറോപ്പിലേക്കും യൂറോപ്പിൽ നിന്ന് ഏഷ്യയിലേക്കും കടക്കുന്നതിന് ഇടയിലുള്ള രാജ്യമായിരുന്നു ഇറ്റലി. അപ്പം ഈ കച്ചവടം കൂടിയപ്പോൾ ഈ കച്ചവടം മൊത്തം ഏത് രാജ്യത്ത് കൂടിയാണ് നടന്നത്, ഇറ്റലി കൂടിയാണ്. അപ്പോൾ ഇറ്റലി കൂടി ഈ ഒരു കച്ചവടം നടന്നതുകൊണ്ട് തന്നെ ഇറ്റലിയിലെ സിറ്റീസ് ഒക്കെ അടിപൊളിയായി. എസ്പെഷ്യലി ഫ്ലോറൻസ് ആൻഡ് വെനീസ്, ഈ രാജ്യങ്ങളിലൂടെ ധാരാളം കച്ചവട സാധനങ്ങൾ കടന്നു പോയിരുന്നു. അപ്പോൾ ആ രാജ്യങ്ങളൊക്കെ എന്താണ് ഈ കച്ചവടത്തിൻ്റെ ഒരു ഇടനിലക്കാരായതോടുകൂടി ധാരാളമായിട്ട് അവർക്ക് എന്ത് കിട്ടി, പ്രോഫിറ്റ് കിട്ടി. അത് മാത്രമല്ല ഈ ഇറ്റലിയിലെ രാജാക്കന്മാരൊക്കെ കുറേ കൂടി വിഷനുള്ള ആളുകളായിരുന്നു, കുറേ കൂടി ചിന്തയും യങ്സ്റ്റേഴ്സുമായിട്ടുള്ള ആളുകളായിരുന്നു. അവരെന്ത് ചെയ്തു, വളരെ നല്ല രീതിയിൽ ഭരിച്ചു. അത് മാത്രമല്ല ഇവിടെ ഈ ബാക്കി യൂറോപ്യൻ നഗരങ്ങളെ പോലെയല്ല ഇറ്റാലിയൻ സിറ്റീസിൽ ആർക്കും ഒരു പവർ ഉണ്ടായിരുന്നില്ല. ഫ്യൂഡൽ ലോർഡ്സ് അല്ലെങ്കിൽ പ്രഭുക്കന്മാർക്കോ അല്ലെങ്കിൽ പ്രീസ്റ്റ് പുരോഹിതന്മാർക്കോ അവർക്ക് വലിയൊരു സ്ഥാനമൊന്നും എവിടെ ഉണ്ടായിരുന്നില്ല, ഇറ്റാലിയൻ സിറ്റീസിൽ ഉണ്ടായിരുന്നില്ല. ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇറ്റാലിയൻ സിറ്റീസ് അടിപൊളിയായത് കേട്ടോ. അടുത്ത ഈ ഒരു ചാപ്റ്റർ 2 മാർക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റൻ ആണ്. റൈറ്റ് എനി 2 ഫീച്ചേഴ്സ് ഓഫ് റിനൈസൻസ് ആർക്കിടെക്ചർ, അല്ലെ നവോത്ഥാന വാസ്തുവിദ്യയുടെ ഏതെങ്കിലും 2 സവിശേഷതകൾ എഴുതാനാ. അപ്പോൾ എന്താടാ ഈ ആർക്കിടെക്ചർ പ്രത്യേകത എന്താ, ക്ലാസിക്കൽ അല്ലെങ്കിൽ ഒരു പണ്ടത്തെ കാലത്തെ റോമൻ ശൈലി എങ്ങനെയായിരുന്നോ അതേ ശൈലിയിൽ തന്നെയാണ് അവരെന്ത് ചെയ്തത്, ഈ ഒരു പുതിയ കാലത്ത് ഈ റിനൈസൻസ് പീരീഡിൽ അവർ ബിൽഡിംഗ് ഉണ്ടാക്കിയതിൽ. അതായത് എന്താ, ദേ എംപ്ലോയ്ഡ് ആർട്ടിസ്റ്റ് ആൻഡ് സ്കൾപ്ചർ ടു ഡെക്കറേറ്റ് ബിൽഡിങ്സ് വിത്ത് പെയിൻറ്റിംഗ് സ്കൾപ്ചേഴ്സ് ആൻഡ് റിലീഫിൽ. അതായത് ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ ചിത്രങ്ങൾ വരയ്ക്കുകയും പ്രതിമകൾ സ്ഥാപിക്കുകയും ആ രീതിയാണ് ആര് ചെയ്തിരുന്നത്, ഈ റിനൈസൻസ് പീരീഡിൽ ആർക്കിടെക്ചർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഇതിന് എന്ത് വിളിക്കുന്നത്, ക്ലാസിക്കൽ എന്ന് വിളിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല റിയലിസം എന്നുള്ളൊരു ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. എന്താണ് റിയലിസം എന്ന് പറഞ്ഞാൽ, മനുഷ്യൻ്റെ ശരീരം എങ്ങനെയാണോ അത് റിയലായിട്ട് പ്രതിമകളും അതേപോലെ ചിത്രങ്ങളുമായിട്ട് നിർമ്മിക്കുക. ചിത്രങ്ങൾ വരച്ചും പ്രതിമകൾ നിർമ്മിച്ചും ഒരു മനുഷ്യൻ്റെ ഒരു യഥാർത്ഥ ശരീരം എങ്ങനെയാണോ ആ രീതിയിൽ ഇവർ കാര്യങ്ങൾ ചെയ്തു. അതിന് വിളിക്കുന്ന പേരാണെന്ത്, റിയലിസം. അപ്പോൾ ഈ രീതിയിലാണ് റിനൈസൻസ് പീരീഡിലെ ആർക്കിടെക്ചർ ഉണ്ടായിരുന്നത് കേട്ടോ. ഇത് ഒരുപാട് തവണ ക്രിസ്മസ് എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, ദ കോൺട്രിബ്യൂഷൻ ഓഫ് മൈക്കലാഞ്ചലോ. മൈക്കലാഞ്ചലോയുടെ കോൺട്രിബ്യൂഷൻ എന്തൊക്കെയാടാ, ഒന്നെന്താണ്, ഹി ഇമോർട്ടലൈസ് ദ പെയിൻറ്റിംഗ് ഓഫ് സീലിംഗ് ഓഫ് സിസ്റ്റീൻ ചാപ്പൽ. സിസ്റ്റീൻ ചാപ്പലിൻ്റെ മച്ചിൽ മുകൾ ഭാഗത്ത് എന്ത് വരച്ചു, ചിത്രങ്ങൾ വരച്ചു. രണ്ടാമത് എന്താ, ദ സ്കൾപ്ചർ കോൾഡ് പിയേത്ത എന്ന് വിളിക്കുന്ന ഒരു ശില്പം. മൂന്നാമത് എന്താ, ഡോം ഓഫ് സെന്റ് പീറ്റേഴ്സ് ചർച്ചിലെ, അതായത് സെന്റ് പീറ്റേഴ്സ് പള്ളിയുടെ താഴികക്കുടം. ഇത് 3ഉമാണ് ആരുടെ കോൺട്രിബ്യൂഷൻ, മൈക്കലാഞ്ചലോയുടെ കോൺട്രിബ്യൂഷൻ. പിന്നെ ഇത് എക്സാമിന് ചോദിക്കാറുണ്ട്, പ്രൊട്ടസ്റ്റന്റ് റെവല്യൂഷൻ അല്ലെങ്കിൽ പ്രൊട്ടസ്റ്റന്റ് റിഫോർമേഷൻ. അതെന്തായാലും പഠിച്ചു വെക്കണേ. അതായത് അന്നത്തെ കാലത്ത് യൂറോപ്പിൽ ഏറ്റവും ടോപ്പിലുള്ളവർ ആരായിരുന്നു, പ്രീസ്റ്റ് അഥവാ പുരോഹിതന്മാരായിരുന്നു. അപ്പോൾ അവർ ചെയ്യുന്നത് ഭയങ്കര ലക്ഷൂറിയസ് ലൈഫിൽ വളരെ ആഡംബരപൂർണ്ണമായ ജീവിതമാണ് അവർ നയിക്കുന്നത്. അപ്പോൾ അവരൊരു ലക്ഷറി ലൈഫാണ് നയിക്കുന്നത്. ബൈബിളിൽ പറയുന്ന കാര്യങ്ങൾ അവർ ഫോളോ ചെയ്യുന്നില്ല എന്ന് ആർക്ക് മനസ്സിലായി, ഈ സമയത്ത് പുസ്തകങ്ങൾ പ്രിൻ്റ് ചെയ്തതോടുകൂടി, പ്രിൻറ്റിംഗ് ടെക്നോളജി വന്നതോടുകൂടി ഈ ഒരു കാര്യം ആർക്ക് മനസ്സിലായി, അന്ന് യൂറോപ്പിലുള്ള ആളുകൾക്ക് മനസ്സിലായി. അങ്ങനെ അവരെന്ത് ചെയ്തതാ ഈ യൂറോപ്പിലുള്ള ഒരു കാര്യം മനസ്സിലായതോടുകൂടി അവരെന്ത് ചെയ്യാൻ തുടങ്ങി, ബൈബിൾ കൂടുതലായിട്ട് വായിക്കുകയും അങ്ങനെ അവർക്ക് എന്ത് മനസ്സിലായി, അന്നത്തെ കാലത്തെ പുരോഹിതന്മാർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ തെറ്റാന്ന് മനസ്സിലായി. ഇത് ആദ്യമായിട്ട് ചൂണ്ടിക്കാട്ടിയത് ആരാടാ, തോമസ് മൂറും അതേപോലെ ഹോളണ്ടിലുള്ള തോമസ് മൂറും അതേപോലെ ഇംഗ്ലണ്ടിലുള്ള തോമസ് മൂറും ഹോളണ്ടിലുള്ള ഇറാസ്മസും കൂടി ചേർന്നിട്ടാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്തു, ഇവർ ചെയ്യുന്നത്, അത് ഈ പുരോഹിതന്മാർ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണെന്ന് ആർക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു, സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ബോധ്യപ്പെടുത്തി കൊടുത്തു. അങ്ങനെ ഇത്തരത്തിൽ ഒരു പുതിയ ആശയവുമായിട്ട് ആര് വന്നു, ജർമ്മനിയിലെ മാർട്ടിൻ ലൂതർ വന്നു. ജർമ്മനിയിലെ മാർട്ടിൻ ലൂതർ എന്താ ചെയ്തത്, അദ്ദേഹം പറഞ്ഞെന്ത്, ഈ പുരോഹിതന്മാരെന്നാണ് ആളുകളിൽ നിന്ന് അനാവശ്യമായിട്ട് പണം എടുക്കുകയാണ്, ലക്ഷറി ലൈഫാണ് ജീവിക്കുന്നത്, ബൈബിളിൽ ഇങ്ങനെയൊന്നും പറയുന്നില്ല എന്ന് പറഞ്ഞിട്ട് മാർട്ടിൻ ലൂതർ എന്ത് ചെയ്യണം, ഒരു പ്രൊട്ടസ്റ്റിംഗ്, അന്നത്തെ കത്തോലിക് ചേർച്ച് അഥവാ കത്തോലിക്ക സഭയ്ക്ക് എതിരായിട്ട് ഒരു പ്രൊട്ടസ്റ്റിംഗ് അഥവാ ഒരു പ്രതിഷേധം ആരംഭിക്കുകയാണ്. അങ്ങനെ ഇതൊരു പുതിയൊരു മൂവ്മെൻ്റായി മാറി. അതിന് വിളിക്കുന്ന പേരാണെന്ത്, പ്രൊട്ടസ്റ്റൻസ് അഥവാ പ്രതിഷേധ പ്രസ്ഥാനം. അങ്ങനെ ഒരു പുതിയ മൂവ്മെൻ്റായിട്ട് പുറത്തു വന്നു. അപ്പം ജർമ്മനിയിൽ മാർട്ടിൻ ലൂതറാണ് ഇത് സ്റ്റാർട്ട് ചെയ്തെങ്കിലും സ്വിറ്റ്സർലൻഡിലും ഇതിന് ഒരുപാട് സപ്പോർട്ടേഴ്സ് ഉണ്ടായിരുന്നു. ആരൊക്കെയാടാ, ഉൾഡ്രിച്ചിങ്കിലും ജോൺ കാൽവിനും. അങ്ങനെ ഇവരെന്ത് ചെയ്യാണ്, ഈ ആശയങ്ങളൊക്കെ ആരറിയിച്ചു, ജനങ്ങളെ അറിയിക്കുകയും ജനങ്ങൾ എന്താണ്, കുറേ ആളുകൾ എസ്പെഷ്യലി നഗരങ്ങളിലുള്ള ആളുകളൊക്കെ പ്രൊട്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അവസാനം എന്ത് ചെയ്തു, ഈ കത്തോലിക്ക സഭ 2ആയിട്ട് മാറി. പ്രൊട്ടസ്റ്റൻസും അതേപോലെ തന്നെ കാത്തലിക് ചേർച്ച് എന്നുള്ള ഒരു രീതിയിലേക്ക് 2ആയിട്ട് മാറി കേട്ടോ. പിന്നെ ഈ ഒരു ഭാഗത്ത് നിന്ന് എക്സാമിന് ചോദിക്കുന്ന ഒന്നാണ് കോപ്പർനിക്കൻ റെവല്യൂഷൻ. എന്താണ് കോപ്പർനിക്കൻ വിപ്ലവം, എന്താണ് കോപ്പർനിക്കൻ റെവല്യൂഷൻ എന്ന് പറഞ്ഞാൽ, കോപ്പർനിക്കസ് എന്ന് പറഞ്ഞാൽ മാർട്ടിൻ ലൂതറിൻ്റെ കാലഘട്ടത്തിൽ പോളണ്ടിൽ ജീവിച്ചിരുന്ന ഒരാളായിരുന്നു.
കോപ്പർനിക്കസ്. ആ കോപ്പർനിക്കസ് എന്ത് പറഞ്ഞു? അത്രയും കാലത്തെ വിശ്വാസം, അത്രയും കാലം ആളുകൾ വിശ്വസിച്ചത് എന്താ? ഭൂമിയാണ് പ്രപഞ്ചത്തിൻ്റെ കേന്ദ്രം, സൂര്യനടക്കമുള്ള എല്ലാവരും ഭൂമിക്ക് ചുറ്റും കറങ്ങാമെന്നാണ് അന്നത്തെ കാലത്ത് ആളുകൾ വിശ്വസിക്കുന്നത്. അത് തെറ്റാണ് തെളിയിക്കുകയും സൂര്യന് ചുറ്റുമാണ് ഭൂമി കറങ്ങുന്നത്, സൂര്യനാണ് സൗരയൂഥത്തിൻ്റെ കേന്ദ്രം, പിന്നെ വേറെയും ഒരുപാട് നക്ഷത്രങ്ങളും ഗാലക്സികളും ഒക്കെ ഉണ്ട്. ഈ ഒരു കാര്യം തെളിയിച്ച ഈ പറഞ്ഞ ഒരാളാണ് ആര്? കോപ്പർനിക്കസ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു കാര്യം പറഞ്ഞത് എന്താണ്? ദ റൊട്ടേഷൻ ഓഫ് ഹെവൻലി ബോഡീസ് എന്ന് പറയുന്ന ഒരു ഇതിലൂടെയാണ്. പക്ഷേ ഇത് അദ്ദേഹം പുറത്തു വിട്ടില്ല, കാരണം അന്നത്തെ കാലത്ത് വിശ്വാസത്തിനെതിരാവുമെന്ന് പേടിച്ചിട്ട്. അങ്ങനെ അദ്ദേഹത്തിന് മരണശേഷം ജോൺ റിക്കറ്റ്സ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ശിഷ്യനാണ് എന്ത് ചെയ്തത്? ഇത് പുറത്തുവിട്ടത്. പക്ഷേ ആ ശിഷ്യന് ഒരുപാട് തല്ല് കിട്ടിയിട്ട് ഇതിന്. അങ്ങനെ അവസാനം കോപ്പർനിക്കസിൻ്റെ മരണത്തിന് ശേഷം 100 കൊല്ലങ്ങൾക്ക് ശേഷം ഗലീലിയോ ഗലീലി എന്ത് കണ്ടുപിടിച്ചു? ടെലസ്കോപ്പ് കണ്ടുപിടിച്ചു. അങ്ങനെ കോപ്പർനിക്കസ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണെന്ന് ആര് തെളിയിച്ചു? ഗലീലിയോ ഗലീലി തെളിയിച്ചു. അങ്ങനെ ആളുകൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ സയൻസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ സയൻസിനെ കുറിച്ച് കൂടുതലായിട്ട് പഠിക്കുകയും ആളുകൾ സയൻസ് എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു സംഭവത്തെ വിളിക്കുന്ന പേരാണ് എന്ത്? സയൻറ്റിഫിക് റെവല്യൂഷൻ അഥവാ ശാസ്ത്ര വിപ്ലവം എന്ന് വിളിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാറുണ്ട്? എക്സാമിന് ചോദിക്കാറുണ്ട്. അപ്പോൾ കോപ്പർനിക്കസ് എന്തായാലും പഠിച്ചു വെക്കണം. അതേപോലെ സയൻറ്റിഫിക് റെവല്യൂഷൻ അഥവാ ശാസ്ത്ര വിപ്ലവം നിങ്ങൾ നിർബന്ധമായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. ഇനി ഈ ഒരു ഹോംവർക്ക് ഞാൻ നിങ്ങൾക്ക് തരികയാണ്. ഇതിന് ആൻസർ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. റിനൈസൻസ് മാൻ അഥവാ നവോത്ഥാന മനുഷ്യൻ എന്താണ്? അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ആൻസേഴ്സ് നമ്മൾ നമ്മുടെ ലൈവിൽ ഡിസ്കസ് ചെയ്യും. എല്ലാവരും ലൈവിലേക്ക് എത്തുക, സെറ്റാക്കുക, റെഡിയാക്കുക. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സോ ഇറ്റ്സ് മീ നാഫി സൈനിങ് ഓഫ്. ബൈ. nafi.eduboard നിങ്ങൾ എന്ത് ചെയ്യുക? മെസ്സേജ് അയക്കുക, സെറ്റാക്കുക കേട്ടോ. അപ്പോൾ nafi.eduboard. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. +1 എല്ലാ കുട്ടികൾക്കും, ഹ്യൂമാനിറ്റീസ് പഠിക്കുന്ന എല്ലാവർക്കും അയച്ചു കൊടുക്കുക. വീണ്ടും കാണാതിരിക്കും. ബൈ.